ഈ ഒരു വിഷയമാണ് എന്നോട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലൊക്കെ പലരും ചോദിച്ചിരുന്നു, ചേട്ടാ നിങ്ങൾ ഈ സ്വർണ്ണപ്പൂർ എന്നുള്ള പേരിട്ടത് ശരിയാണോ? കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. അയ്യോ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അത് പേര് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കരിപ്പൂർ എന്ന് പറയുന്നേക്കാൻ നല്ലതല്ലേ സ്വർണ്ണപ്പൂർ? തോന്നിയാസമല്ല, ഇന്ത്യൻ മിത്തോളജി. അല്ല അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അല്ല അതിനേക്കാൾ നല്ല പേരല്ലേ? അടിപൊളി. അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. കരിപ്പൂർ വിമാനത്താവളം അവരുടെ പേര് മാറ്റുകയാണെങ്കിൽ എന്റെ സ്വർണ്ണപ്പൂർ എന്നുള്ള പേര് മാറ്റാൻ ഞാൻ റെഡിയാണ്. അവരാദ്യം മാറ്റി വരണം. അതുമായിട്ട് ബന്ധമില്ല. ഞാൻ നിസ്സഹായനാണ്. ഐ ആം ഹെൽപ്ലെസ്. അതായത് കണ്ട അണ്ടനും അടകോടനും ഒക്കെ ജേർണലിസ്റ്റുകളാവാം, അല്ല ഇതിനെക്കുറിച്ച് വിവരമോ ജനറൽ നോളജോ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കാനുള്ള കഴിവാണ് ഇന്നത്തെ കാലത്ത് ജേർണലിസം എന്ന് സന്തോഷിച്ചിട്ട് പറഞ്ഞത്. അതിനെ എങ്ങനെ കാണണമെന്നുള്ളത് ഞാൻ പറയുന്നു. നിങ്ങളുടെ ചുറ്റും എന്താണ് നടക്കുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. സന്തോഷം വേണ്ടിട്ട് എന്തോ പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് നിങ്ങളുടെ ചുറ്റും എന്താണ് നടക്കുന്നത്. ഭൂരിഭാഗം ഓൺലൈൻ മീഡിയകളിലെ ഒരു ഇതെടുത്തു നോക്കുക. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. നടിയുടെ പുതിയ കോസ്റ്റ്യൂം കണ്ട് നാട്ടുകാർ ഞെട്ടി. മറ്റോളും ഇവനും തമ്മിലുള്ള ബന്ധം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. പക്ഷെ ബോധമുള്ളമാർക്ക് പ്രാന്താന്ന് പറയുള്ളൂ. ഇത് ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾ ഞെട്ടണം? അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. അല്ല ഞാൻ പറയുന്നത് ഭൂരിഭാഗം ന്യൂസ് ഇങ്ങനല്ലേ? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മുഖ്യമന്ത്രിക്ക് മറ്റവൻ ഇനി പൊളിറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഇവൻ കൊടുത്ത മറുപടി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അത് നല്ല അടികൊള്ളാത്തതിന്റെ. പ്രധാനമന്ത്രിക്ക് ഇവള് കൊടുത്ത മറുപടി കണ്ടോ ഞെട്ടും. പ്രേക്ഷകർ ഞെട്ടി ഞെട്ടി തീരുമാനമാവും. ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. നമ്മൾ കരുതിയ പോലെ ചില്ലറക്കാരനല്ലവൻ. ഇനി നമ്മൾ കൂടുതൽ കെയർഫുൾ ആവാം. ഞാൻ ചോദിക്കുന്നു ഇതാ അപ്പൊ നിങ്ങൾ ഒരു സാർ ലൈക്കും ഷെയറും കിട്ടിയാലല്ലേ മുന്നോട്ട് പോകുള്ളൂ. വിവാദങ്ങൾ ഉണ്ടെങ്കിലല്ലേ 10 മനുഷ്യന്മാർ കാണുള്ളൂ. ഇതായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മറുപടി. ഇത് തന്നെയാണ് എന്റെ സിനിമയിലും പറയുന്നത്. കോളം എത്ര കണ്ടതാ, എത്ര കോളം കണ്ടതാ. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ തരുന്നത് വിവാദമാകണം. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോ. നിങ്ങൾ ആലോചിച്ച് ഈ അടുത്ത കാലത്ത് നിങ്ങൾ അറിഞ്ഞ പല ന്യൂസും മെയിൻ സ്ട്രീം അല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അത് ഓൺലൈൻ മീഡിയാസ് ആണ് തന്നിരിക്കുന്നത്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. അവർ ധൈര്യപൂർവ്വം കൊടുക്കുകയാണ്. കാരണം അവർക്ക് ഇവന്റെ പരസ്യം കൊണ്ടല്ല അവർ ജീവിക്കുന്നത്. അവർക്ക് ഈ രീതിയിലും, പക്ഷെ അവർക്കും പിടിച്ചു നിൽക്കണം. പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ വല്ല നമ്പർ ഇറക്കിയേ പറ്റൂ. അതും ശരിയാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.